ഹേയ് ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓരോരോ കഥകൾ പറയുകയായിരുന്നു. അത് ശരി, ഉറക്കൊന്നുമില്ലേ? അല്ല, അവളെവിടെ പിങ്കി മോള്? അവളെ കാണുന്നില്ലല്ലോ നിങ്ങളുടെ കൂടെ. അവള് പോയി കിടന്നു. എന്ത് കിടന്നെന്നോ? നിങ്ങളെ കൂട്ടാതെ അവൾ ഒറ്റക്ക് പോയി കിടന്നോ? അവള് നേരത്തെ കിടന്നല്ലോ. ആഹാ, കൊള്ളാൻ അവളുടെ വാശി. അവൾക്ക് ഞാനിന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് അവളുടെ കൂടെ ഇവിടെ താമസിക്കാൻ വന്നിട്ട് നിങ്ങളെ കൂട്ടാതെ അവളെങ്ങാനും ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വാശി തന്നെയാണ്. പെൺകുട്ടികളായാലേ അത്ര വാശി പറ്റില്ല. അവൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. സാരില്ല കമലമ്മ, അവൾ കിടന്നോട്ടെ. അവൾക്ക് നല്ല ക്ഷീണമുണ്ടാകും. അതാവും അവൾ വേഗം കിടന്നത്. പിന്നെ ഒന്ന് പോടി വിളയായിരുന്നു. ഓക്ക് ക്ഷീണം ഉണ്ടായിട്ടൊന്നല്ല. ഓൾ നമ്മളോട് മിണ്ടാൻ കഴിയാഞ്ഞിട്ടാണ് വേഗം കിടന്നുറങ്ങിയത്. ഉസ്മാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങളെ നല്ല കുട്ടികളായിട്ടല്ലേ അവൾ നിങ്ങളോട് അനങ്ങാണ്ട് നിന്നിട്ടും നിങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കാൻ വന്നത്? അത് മാത്രമല്ല, ഒരാൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുക? അവക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത്. എവിടെ അവൾ? പിങ്കി മോളെ, പിങ്കി മോളെ, എവിടെയാണ് നീ ഉള്ളത്? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അയ്യോ, ആകെ സീനായോ? കമലമങ്ങാൻ പോയിട്ട് അവളെ വീണ്ടും വഴക്ക് പറഞ്ഞാലേ അവള് വീണ്ടും കരയും. പിന്നെ ഇതിനൊക്കെ കാരണം നമ്മളാണെന്ന് പറയും. അങ്ങനെയായാലേ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കത്തില്ല. നാളെ നമ്മൾ അവൾക്ക് സർപ്രൈസ് പാർട്ടി കൊടുത്താലും അവൾ നമ്മളോട് മിണ്ടില്ല. കുഞ്ഞാറ്റ പറഞ്ഞത് ശരിയാണ്. പിന്നെ നമ്മൾ എന്ത് കളിച്ചാലും അവൾ പിന്നെ നമ്മളോട് ഒരു കാലത്തും മിണ്ടില്ല. ഓ, ഇതിനൊക്കെ കാരണം ഈ ഉസ്മാനാണ്. അതെ, നീ തന്നെ. ഞാനെന്ത് ചെയ്തു? അവളല്ലേ വേഗം പോയി കിടന്നുറങ്ങിയത്. ശരിയാണ്, അവൾ തന്നെയാണ് വേഗം പോയി കിടന്നുറങ്ങിയത്. പക്ഷെ നീ എന്തിനാ കമലമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അതുകൊണ്ടല്ലേ കമലമ്മക്ക് ദേഷ്യം പിടിച്ചത്. അത് പിന്നെ നമ്മളൊരു സത്യം പറഞ്ഞതാണ്. ഒരു സത്യം പറച്ചിലുകാരൻ. നീ അനാവശ്യമായിട്ട് എവിടെയും വായി തുറക്കാണ്ട് നിന്നാ മതി. എന്നാ തന്നെ പകുതി പ്രശ്നം തീർന്നു. സോറി, അത് നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കും അങ്ങോട്ട് ചെന്ന് നോക്കാം. ശരിയാടി, വേഗം വാ, നമുക്കും അങ്ങോട്ട് ചെന്ന് നോക്കാം. പിങ്കി മോളെ, പിങ്കി മോളെ. എന്തുവാ മമ്മി ഇങ്ങനെ വിളിച്ചു പോണത്? നീ എന്താക്കുകയാണ് ഇവിടെ നിന്ന്? മമ്മിക്ക് കണ്ടൂടെ? ഞാൻ ഇവിടെ കിടക്കുകയല്ലേ. ഹോ, എന്റെ പൊന്നു മോൾ ഇവിടെ കിടക്കുകയായിരുന്നോ? മമ്മി വിചാരിച്ചേ എന്റെ മോൾ ഇവിടെ നിന്ന് തിരുവാതിര കളിക്കുകയായിരിക്കുന്നു. എന്താ മമ്മി, എന്തിനാ മമ്മി ഇങ്ങനെ ചൂടാവണത്? പിന്നെ ചൂടാവാതെ എടി, നിന്റെ കൂടെ താമസിക്കാൻ വേണ്ടിട്ടല്ലേ ഉസ്മാനും കുഞ്ഞാറ്റയും കുഞ്ഞാവയൊക്കെ ഇവിടെ വന്നത്. എന്നിട്ട് നീ അവരെ കൂട്ടാതെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുകയാണോ? ഹോ, അപ്പൊ അതാണോ പ്രശ്നം? എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ട് വന്നു കിടന്നതാണ്. വല്ലാത്തൊരു ക്ഷീണം. അത് മാത്രമല്ല, ശരീരമാകെ കുളിരുകയും ചെയ്യുന്നു. കമലമ്മ, അതവള് പറയുന്നത് നുണയാണ്. നുണ പറയുകയാണെന്നോ? അതെന്താ? പിന്നല്ലാതെ അവള് നുണ പറയുകയാണത്. ഇങ്ങനെ ശരീരം ആർക്കെങ്കിലും കൂടുതൽ തണുക്കുമ്പോൾ ആരെങ്കിലും ഫാനും ഇട്ട് കിടക്കുമോ? ഉസ്മാൻ പറഞ്ഞത് ശരിയാണല്ലോ. അങ്ങനെ നിനക്ക് തണുക്കുന്നുണ്ടെങ്കിലേ നീ ഇങ്ങനെ ഫാനും ഇട്ട് കിടക്കത്തില്ലല്ലോ. ഹോ, പാറ വെക്കാൻ വന്നിരിക്കുന്നു പുളുവടി ഉസ്മാൻ. ഈ ഉസ്മാനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടാ ഉസ്മാനെ, നീ ഒന്ന് മിണ്ടാതിരിക്കേ. ഇതൊക്കെ കേട്ടിട്ട് അവളുടെ ദേഷ്യം കൂടത്തേ ഉള്ളൂ. അല്ലോ, സോറി ഡി, നമ്മളോട് അറിയാതെ പറഞ്ഞു പോയതാണ്. നിന്റെ കുറ്റക്കേടെ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല എന്ന് വെച്ചിട്ട് നീ അധികം ഓവറാക്കാൻ നിൽക്കണ്ട. ഷോ, എന്റെ മമ്മി, ഞാൻ എന്തോന്നാ ഇപ്പൊ വേണ്ടത്? അയ്യോ തമ്പുരാട്ടി, ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നതേ അങ്ങോട്ട് അനുസരിച്ചാ മതി. നീയേ അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട. നിന്റെ കൂടെ കുഞ്ഞാറ്റയും കുഞ്ഞാവേയും കിടത്തെ. ഉസ്മാൻ എന്റെ കൂടെ കിടന്നോട്ടെ. അതിനെന്താ, അവരും ഇവിടെ കിടന്നോട്ടെ. അവരോട് ആരോട് ഞാൻ ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എടി കുഞ്ഞാവേ, അങ്ങനെ മാറി കിടന്നാൽ നമ്മുടെ പ്ലാൻ വല്ലതും നടക്കുവോ? ശരിയാണല്ലോ, ഇവനെ അപ്പത്ത് കമലമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ രാത്രി എഴുന്നേറ്റ് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യും? ഹോ, അതോട്ട് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളെ രാത്രി എഴുന്നേറ്റിട്ട് മെല്ലെ വന്ന് എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ രാത്രി വന്ന് വിളിച്ചാൽ നീ എഴുന്നേൽക്കുമോ? ആമേ, നമ്മൾ എഴുന്നേറ്റോളാം. നിങ്ങൾ വന്ന് വിളിച്ചാൽ മതി. എടാ, ഇനി എങ്ങാനും നീ എഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ പരിപാടി ആകെ കുളമാകും. നീ എഴുന്നേൽക്കില്ലേ? ആടി, നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ വന്ന് മെല്ലെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ അപ്പം മെല്ലെ വന്ന് എഴുന്നേറ്റോളാം. ശരി, എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലേ? നിങ്ങൾ എന്താ കുട്ടികളെ അവിടെ നിന്ന് സംസാരിക്കണത്? ഇവളുടെ വർത്താനം കേട്ടിട്ട് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവും അല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല കമലമ്മ. ഞങ്ങളെ കമലമ്മ പറഞ്ഞതുപോലെ കിടക്കാമെന്ന് പറഞ്ഞതാ. എങ്കിൽ ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കയറി കിടന്നോ. ഉസ്മാൻ എന്റെ കൂടെ വരട്ടെ. ഞങ്ങൾ അപ്പുറത്ത് പോയി കിടന്നോളാം. എങ്കിൽ വാ കമലമ്മ, നമുക്ക് പോയി കിടക്കാം. എനിക്ക് ഉറക്കം വരുന്നു. ദാടാ വരുന്നു. മക്കളെ, നിങ്ങൾ അവളുടെ ദേഷ്യം ഒന്നും നോക്കണ്ട. നിങ്ങൾ കയറി കിടന്നോ. നമുക്ക് ഇനിയുള്ള കഥകളൊക്കെ ബാക്കി രാവിലെ എഴുന്നേറ്റിട്ട് പറയാം. നിങ്ങൾ കയറി കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡേഡി, മര്യാദയ്ക്ക് നിന്നോട് പറയാ. ഇനി എങ്ങനെ
കേട്ടോ? ഓ ഇല്ല മമ്മി, ഞാനൊന്നും ചെയ്യുന്നില്ല. ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത്. വാട ഉസ്മാനെ, നമുക്ക് പോയി കിടക്കാം. പിങ്കി മോളെ, നിനക്ക് ഞങ്ങളോടും ദേഷ്യമാണോ? എനിക്ക് ആരോടും ദേഷ്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെന്താ, നിങ്ങൾ വന്ന് ഇവിടെ കിടന്നുറങ്ങാൻ നോക്ക്.